നോക്കൂ, പറഞ്ഞോളൂ. പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞത് മാതിരി തന്നെ ഓരോ ആക്ടിവിറ്റീസ് ഓരോ സ്റ്റേറ്റിലും നമ്മുടെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിറ്റർമിൻഡ് ആക്ടിവിറ്റിയാണ് ആ സ്റ്റേറ്റുകൾ നടക്കുക. ഇപ്പോൾ തൊട്ടു മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ ഭാരത് ജോഡോ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി നേരെ വയനാട്ടിലേക്കാണ് പോയത്. അത്രയും ഒരു അടിയന്തര സാഹചര്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ജനങ്ങളെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ സ്ട്രീമിലുള്ള ലീഡേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് എന്തെങ്കിലും വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്നുള്ള പാർട്ടി തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഉൾപാർട്ടിയുടെ അവർ എടുക്കേണ്ട ഡിസിഷൻ ആണ് തീർച്ചയായിട്ടും. അത് നമ്മൾ അതിനകത്തൊരു ഒരു ചോയ്സ് നമ്മുടെ ഭാഗത്ത് എടുക്കുന്നത് ശരിയല്ല. പക്ഷേ ബി.ജെ.പിയുടെ സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഓരോ ജനങ്ങൾക്കും ഓരോ ജനതയ്ക്കും അവർക്ക് വേണ്ടിയ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മാത്രമാണ്. കാരണം ജനങ്ങളിൽ ഒരു നേതാവിന് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും തെളിവ് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വീണ്ടും കൂടുതൽ കരുത്തു പകരാനായിട്ട് ജനങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തത്. അതിനകത്ത് യാതൊരു സംശയവും. ഇറ്റ്സ് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ എപ്പോഴും ഒന്നും രണ്ടല്ല. പഴയ കേരള മുഖ്യമന്ത്രിയുള്ള കരുണാകരൻ പറയും പോലെ ചിലപ്പോൾ പൊളിറ്റിക്സ് ഈസ് 1+1=3 എന്നുള്ള സ്ട്രാറ്റജി വരാറുണ്ട്. സോ CPM-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിന്നിട്ടും ബി.ജെ.പിയോട് അടുത്തെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാത്തിടത്തോളം കാലം ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉള്ള പല സ്റ്റേറ്റുകളാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ. അവിടെ നിന്ന് ബി.ജെ.പിക്ക് വ്യക്തമായ വീണ്ടും നേടിയെടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആ പാർട്ടിയിലുള്ള വിശ്വാസമാണ്. ആ പാർട്ടി അത് കമ്മിറ്റ്മെന്റ് ചെയ്യും, അത് ഓണർ ചെയ്യും, അത് ഫുൾഫിൽ ചെയ്യും എന്നുള്ള ഒരു ലീഡർഷിപ്പില് ഒരു ലീഡറിലുള്ള കോൺഫിഡൻസ് ആണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ വോട്ടായിട്ട് കൺവേർട്ടായി മാറുന്നത്. അത് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കുറച്ചുകൂടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവല് ഒരിക്കലും താഴെ പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് വോട്ടായി മാറിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഞങ്ങൾക്കിവിടെ ഇല്ല. കേവല ഭൂരിപക്ഷം ത്രിപുരയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ രീതിയിൽ ഒരു ഇടിവുണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയാം, നമ്മളത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. പാർട്ടി പരിശോധിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അവിടെ ആയിട്ടുള്ള ഡൊമസ്റ്റിക് കൺസേൺസ് ഒത്തിരി ഉള്ളൊരു സംസ്ഥാനമാണ് ത്രിപുര. ഈ നേരത്തെ പറഞ്ഞത് മാതിരി തന്നെ നമ്മൾ കൂടെ നിർത്തേണ്ട ആൾക്കാരിൽ ചില കൺസേൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞമ്മല്ലേ പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ എപ്പോഴും ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം. നമുക്ക് അധികാരം നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ട്. നമുക്ക് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായി എന്നുള്ളതല്ലാതെ നമുക്ക് അധികാരം അവിടെ നഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം ഒരു ഫാക്ട്. ഇറ്റ്സ് എ ഫാക്ട്. നമ്മൾ എപ്പോഴും നമ്മളത് ശരിയായ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക തന്നെ വേണം. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് ഭൂരിപക്ഷം കുറവുകളും കൂടുതലുകളും ഒക്കെ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സർവ്വസാധാരണമാണ്. പാർട്ടി തീർച്ചയായിട്ടും പരിശോധിക്കും. അത് വീണ്ടും നമ്മൾ വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോ കണ്ട 3 സ്റ്റേറ്റ് ഇലക്ഷനിൽ നിങ്ങൾ കണ്ടത്.